പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെയ് 3-ാം തീയതിയുള്ള പ്രാർത്ഥനയാണ്. അമ്മേ പരിശുദ്ധമേ, അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നെറ്റിൻ്റെ പരീക്ഷ ഒരുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. അതിൽ ഉടമ്പടി എടുത്ത് ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുന്നു. കഥായി അവർ പഠിച്ചതെല്ലാം ഓർത്തിരിക്കുവാനും കൃത്യസമയത്ത് അത് പ്രതിഫലിപ്പിക്കുവാനും അവർക്ക് ഓർമ്മശക്തിയുടെ ജ്ഞാനപരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവെ, എപ്പോഴും എഴുതിപ്പോയ പരീക്ഷകൾ, കഴിഞ്ഞുപോയ ഇൻ്റർവ്യൂകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് ആദിയോടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അവരെ സമർപ്പിക്കുന്നു. ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മയുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങളനുസരിച്ചുകൊണ്ട് അവിടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളെ രാത്രിയും പകലും വെയിലിലും മഴയിലും ഒക്കെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത സുവിശേഷ സാക്ഷികൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ കൈപ്പറ്റിക്കൊണ്ട് അവരെ നീ എല്ലാം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പല മരുന്നുകൾ കഴിച്ചതിന് ശേഷവും മക്കളില്ലാതെ തുടരുന്ന കാരണം ഇനിയും ഞങ്ങൾക്ക് മക്കളെ ഉണ്ടാവത്തില്ലാതിരിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യ കൊള്ളുന്ന മാതാപിതാക്കന്മാരെ ഈ ദിവസം നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ ഈ ആഴ്ചയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോളം നടക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, അതിൽ ബിസിനസ്സിന് മാന്യമുള്ളവർ, കസ്റ്റമേഴ്സ് കുറഞ്ഞു പോയവർ, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡില്ലാത്ത രീതിയിലുള്ള വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അവരുമുള്ള വിഷമം അനുഭവിക്കുന്നവർ, അതിൻ്റെ പേരും ജപ്തി നടപടി നേരിടുന്നവർ, അതുപോലെ സാമ്പത്തികമേറെ ജീവിക്കാനും മാർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴലുന്നവർ എല്ലാവരും ഈ പ്രഭാതത്തിലെ ഞാൻ അർപ്പിച്ച 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവർ, യാത്ര ഇന്ന് ചെയ്യുന്ന ഉദ്യമങ്ങൾ, ഇന്ന് ചെയ്യുന്ന യാത്രകൾ, ഇന്ന് ചെയ്യുന്ന സംസാരങ്ങൾ, ഇന്ന് ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ, ഇന്ന് ചെയ്യുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകൾ, ഇടപെടലുകൾ, അവിടെയെല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ രാത്രി കർത്താവിൽ നിന്ന് മടങ്ങിയെത്തുന്നവരെ, അല്ലെങ്കിൽ നിൻ്റെ യാത്ര എപ്പോഴാണ് അവസാനിക്കുന്നത് അവിടെ നീ എത്തുന്ന നിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ കർത്താവിൻ്റെ ശരീരം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ. നിൻ്റെ ആശങ്ക സമയത്തും അസ്വസ്ഥങ്ങളുടെ സമയത്തും ആത്മധൈര്യമായ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്തവരോട് അച്ഛനെ പറയാനുള്ള ഒരു രഹസ്യമായ ഒരു ആശ്വാസം എന്ന് പറയണത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഉടമ്പടി എടുത്ത് നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകണം. നമ്മളത് എന്തുകൊണ്ടാണ് അമ്മ ചെയ്യണത്? നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുവാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 പത്രോസ് 5:6. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യം ദൈവത്തിൻ്റെയും കൂടി കാര്യമാണ്. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. അതുകൊണ്ടാണ് നല്ല സമരക്കാരൻ്റെ കഥ പറയുമ്പോൾ കർത്താവ് പറയണില്ലേ, എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പം ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളില്ലേ, അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സീരിയസാണ്. പരിശുദ്ധമ്മയും ചെയ്യണത് അതാണ്. ആ കാനായിര കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യമുണ്ട്. എന്താണ്? അവർക്ക് വീഞ്ഞില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 2:3. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെ ലൂക്ക 10:30 ഞാൻ വായിച്ചത്, നല്ല സമരിയക്കാരൻ ആ വഴിവക്കിൽ കള്ളന്മാരാൽ അകപ്പെട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിവക്കി കിടക്കുന്ന ആൾക്കാരില്ലേ. എനിക്ക് അവരെ കാണാൻ പോയപ്പോൾ ഈ വിസ തട്ടിപ്പ് കൊണ്ട് ആൾക്കാരെ എന്തുമാത്രം പേര് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഏജൻസി കൊടുത്തിട്ട് അവസാനം കേസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാരില്ലേ. അത് തന്നെയാണ് വിഷയം. അപ്പോൾ നിങ്ങളോർക്കും വിസ തട്ടിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ബൈബിള്. അങ്ങനെയല്ല, തട്ടിപ്പിൽ പെട്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ, എന്തുമാത്രം പേരുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രീതിയിൽ. അപ്പോഴും നീ അങ്ങനെ തട്ടിപ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ വഞ്ചന, ഇപ്പം കൂട്ടുകച്ചവടം ചെയ്തിട്ട് ഒരുത്തൻ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അവന് കൊടുക്കാനുള്ള എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവൻ ലാഭമില്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് നഷ്ടം അവന് ഏക്കത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമല്ല വരും. അപ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, വഞ്ചിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ. അതാണ് അവൻ്റെ കാര്യത്തിൽ. ആ നല്ല സമരക്കാരൻ്റെ കഥയിൽ ഇതുപോലെ വഴിയാത്രക്കാരായി വഞ്ചിക്കപ്പെട്ട ആളാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്, അങ്ങനെ വഞ്ചിക്കപ്പെട്ടാലും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ ജീവിതത്തിൽ പറ്റിപ്പൊലിപ്പെടും.
പക്ഷേ ആ പറ്റിപ്പിൽ പെടുന്നവന് കർത്താവിൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. എന്താണ്? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ ജനറൽ പോളിസിയാണ്. അതിനോട് സിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് മറിയം പരിശുദ്ധ പ്രേരിതയായിട്ട് ഈ കാനായിലെ കല്യാണ കുടുംബത്തിൻ്റെ ഇല്ലായ്മകൾ, ആ കുടുംബകാര്യത്തെ ദൈവതിരുസിനെ സമർപ്പിച്ചത്. എന്താ കാര്യം? ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്നുള്ള ജനറൽ പോളിസി ഉണ്ട്. നമ്മൾ സ്കീം എന്ന് പറയുന്നത്, അതാണ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. പഞ്ചായത്തിലൊക്കെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഞ്ചായത്തുകാർ നമ്മൾ വീട് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്നാ പറയണത്? സ്കീമില്ലെന്നാണ് പറയണത്. സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം. അപ്പോൾ ദൈവതിരുസിന് സ്കീം ഉള്ളത് കൊണ്ടാണ് മറിയത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയേണ്ടി വന്നത്. വീഞ്ഞില്ല, ജോലിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, കിടപ്പാടമില്ല, അങ്ങനെ പറഞ്ഞ കുറേ ഇല്ലായ്മകളില്ലേ? അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ കാര്യങ്ങൾ, അതിനെല്ലാം ദൈവതിരുസന്നിധിയിലെ സ്കീമുണ്ട്. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സന്ധിക്കപ്പെടണമെന്നുള്ള മനസ്സാണുള്ളത്. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥം ദൈവം ഏറ്റെടുക്കാൻ കാരണം അതാണ്. അപ്പം അതുപോലെ തന്നെ നീ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിനക്കറിയണം, ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു. എന്ത്? 1:10-5-6 അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു, പിന്നെ നീ ഇത് ചുമന്നിട്ട് നടക്കരുത്. അത് എനിക്ക് വേണ്ടത് ഉടമ്പടി എടുത്തവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഇതിനാണ്. കർത്താവേ, അങ്ങ് ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഉൾക്കടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് സന്തോഷമായിട്ട് ബാക്കി കർത്താവ് എൻ്റെ സമയമാകുമ്പോൾ എല്ലാം ചെയ്തോളും. അങ്ങനെ സമയമാകുമ്പോൾ ചെയ്യുന്നതിൽ വേണം. എന്താണ്? അങ്ങനെ ആ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 10:5-6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത് ഉയർത്തും. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈം ഉണ്ടല്ലോ, അത് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ടൈമാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒക്കേഷനിൽ അത് ശരിയായില്ലെങ്കിൽ നീ വിചാരിക്കണം, എൻ്റെ സ്യൂട്ടബിൾ ടൈം ഇതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നീ ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകണം സന്തോഷത്തോടെ. പ്രൈസ്റാണ്. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര ജോസ്. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര രൂപത മുള്ളുവള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരി 21-നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ ജോലിയായിരുന്നു എൻ്റെ മെയിൻ വിഷയം. അത് ചേച്ചിക്ക് ജോലി കിട്ടി, ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ മാതാവ് എനിക്കായിട്ട് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് പഠിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് കോഴ്സ് എടുക്കണം എന്നെനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പുതുക്കലിന് വന്നപ്പോഴേക്കും ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് അതെനിക്ക് തിരഞ്ഞെടുത്ത് തരണമെന്ന് ഞാൻ മാതാവിനോട് ഈശ്വരൻ പറഞ്ഞുകൊണ്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഓരോ കുട്ടികൾ ഓരോന്ന് പഠിക്കാനൊക്കെ കയറി, ഞാൻ മാത്രം ഇതുവരെ തീരുമാനമാവാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിച്ചു, നീ അടുത്ത് എന്ത് പഠിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് തന്നെ നോക്കണമെന്നാണ് ആഗ്രഹമെന്ന്. അപ്പോഴേക്കും ചേച്ചി എൻ്റെ അടുത്ത് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ചേച്ചി മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ചേച്ചി അവിടുത്തെ HR നമ്പർ എനിക്ക് തന്നു. പക്ഷേ എനിക്ക് വിളിക്കാൻ ഒരു മടിയായിരുന്നു. കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും നമ്മളവിടെ പഠിപ്പിക്കും. അതുകൊണ്ട് ആദ്യം ഇത് മാതാവ് ഈശ്വരൻ തന്നതാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത ദിവസം വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്കെന്ന വചനം, കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവൻ്റെ കൂടെ ഇറങ്ങി ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട എന്നായിരുന്നു. അതായത് ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്നൊരു മെസ്സേജാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് അവരെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷേ എനിക്ക് ഉടനെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് ആ ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫീസ് അടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വെച്ചു. അങ്ങനെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വിളിക്കണോ വേണ്ടേ എന്ന് കൺഫ്യൂഷൻ. മാതാവ് ഈശ്വരൻ തന്നതാണെന്ന് ആണ്, എങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, ഇത് മാതാവ് ഈശ്വരൻ എനിക്ക് തന്നതാണെന്നുണ്ടെങ്കിൽ നാളെ അവരെന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്ന്. ഭയങ്കര അത്ഭുതം എന്ന് പറയണം. തൊട്ടടുത്ത ദിവസം എന്നെ വിളിച്ചില്ല, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇടുകയാണ്, അടുത്ത ബാച്ച് തുടങ്ങാൻ ടൈമായി, അഡ്മിഷൻ എടുക്കുന്നില്ലേ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അഡ്മിഷൻ എടുത്തു. അങ്ങനെ മെഡിക്കൽ കോഡിങ്ങിന് ജോയിൻ ചെയ്തു. പക്ഷേ പിന്നെ മാതാവിന് ഈശ്വരൻ കൃപ കൊണ്ട് കോഴ്സൊക്കെ പാസ്സായി. അതിനുശേഷം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സാം ഉണ്ട്. അപ്പോൾ അത് CPC.
അത് 65,000 രൂപയാണ് ആ എക്സാം മാത്രം. ആ എക്സാം എഴുതാതെ നമുക്ക് കയറാം ജോലിക്ക്, പക്ഷെ അതുകൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്. അങ്ങനെ അത് എഴുതാൻ വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി. പക്ഷേ ക്യാഷ് അടയ്ക്കാൻ ആ സമയത്ത് എൻ്റെ ചേച്ചി സിംഗപ്പൂർ പോകുന്നതുകൊണ്ട് വീണ്ടും ക്യാഷ് എല്ലാം അതിലോട്ട് ഇട്ടതുകൊണ്ട് ക്യാഷ് ഒന്നുമില്ല ഫീസ് അടയ്ക്കാൻ. അങ്ങനെ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു, ക്യാഷ് ഒന്നും റെഡി ആവുന്നില്ല. അങ്ങനെ ഒന്നും ആവുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോഴേക്കും എനിക്ക് ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ ഇടാൻ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ ഇട്ട ഉടനെ തന്നെ അന്ന് ഉച്ചയ്ക്ക് അമ്മ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ലോൺ റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ മാതാവ് ഈശോ എനിക്ക് ക്യാഷ് റെഡിയാക്കി തന്നു. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങി, ഏപ്രിലാണ് ഫീസ് അടയ്ക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പഠിച്ചതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് കമ്പൈൻ സ്റ്റഡി തുടങ്ങി. കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്യൂഷനും പഠിത്തവും പ്രാർത്ഥനയും എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. മാതാവ് ഈശോ തന്ന കുട്ടികൾ തന്നെയാണെങ്കിൽ ട്യൂഷൻ, എങ്കിലും എന്നെക്കൊണ്ട് ഒട്ടും പറ്റാതെ ഞാൻ ഭയങ്കര സ്ട്രെസ്സായി, പിന്നെ കരച്ചിലായി, അങ്ങനെയൊക്കെ ആയി. അപ്പോഴേക്കും ഞാൻ ഇവിടെ പുതുക്കലിന് വീണ്ടും വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി, എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയാണ്, ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസ് ഒഴിവുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ചെന്നിട്ട് പഠിക്കാൻ മാം പറഞ്ഞു എന്ന്. അത് മാതാവായിട്ട് എനിക്കൊരു അവസരം തന്ന പോലെ തോന്നി. ആ പേരും പറഞ്ഞ് ഞാൻ ട്യൂഷനെല്ലാം അങ്ങ് നിർത്തി. എന്നിട്ട് 1 മാസം പഠിത്തത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ചു. ജൂണിലാണ് ഞാൻ പുതുക്കുന്നത്, ജൂലൈയിൽ എക്സാം എടുത്തു. പക്ഷേ ഈ 1 മാസം ഞാൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ജപമാല ഒന്ന് പേഴ്സണലി ചൊല്ലും. പിന്നെ ബൈബിള് അരമണിക്കൂർ വായന, അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സാക്ഷിയൊക്കെ കൂടി കേട്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ അവസാനം അതുപോലെ മോക്ക് എക്സാമിന് ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മോക്ക് എക്സാം ഉണ്ട്. ഈ മോക്ക് എക്സാമിന് 80 എബോവ് വന്നാൽ മാത്രമേ നമുക്ക് ഇവർ ഡേറ്റ് എടുത്ത് തരൂ. 70 മതി ജയിക്കാൻ, പക്ഷേ ഇവിടെ 80 എബോവ് വന്നാലേ അവിടെ നമുക്ക് 70 എങ്കിലും കിട്ടൂ എന്നതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവർ പറയുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാം 75-76 റേഞ്ചിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ് എടുക്കുക ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ 1 മാസം ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ച സമയത്ത് എനിക്ക് 80 എബോവ് വരെയും ഡേറ്റ് എടുക്കാൻ പറയുകയും ചെയ്തു. ആ ടൈമിൽ എനിക്ക് ഇനി ഏത് ഡേറ്റ് എടുക്കണമെന്ന കൺഫ്യൂഷൻ. ജൂലൈ 15 മുതൽ 20 വരെ ഏതെങ്കിലും ഡേറ്റ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴേക്കും ഞാൻ അങ്ങനെ ഒരു തുണ്ടിൽ ഇങ്ങനെ 15 മുതൽ 20 വരെയുള്ള ഡേറ്റ് ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത് 18 പക്ഷേ എനിക്ക് 18 അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം 7 എന്ന സംഖ്യ അതിനകത്തില്ല, പിന്നെ അത് ബുധനും അല്ല ശനിയും അല്ല എന്നൊരിതായിരുന്നു എനിക്ക്. പക്ഷേ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറയണേറ്റ് നമുക്ക് 18 എടുത്താലോ ഡേറ്റ് എന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അത് മാതാവ് ഈശോ എനിക്ക് കനിഞ്ഞ് തന്നത് തന്നെയാണ് ആ ഡേറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ ഇവിടെ നിന്ന് തന്ന കാശ് രൂപം വെച്ചാണ് പിന്നീട് ഞാൻ എൻ്റെ ബാക്കി 3 മോക്ക് എക്സാം എടുത്തത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ മോക്ക് എക്സാമിനെല്ലാം എനിക്ക് 90 എബോവ് മാർക്കും. അതുപോലെ 4 മണിക്കൂർ എക്സാമിന് നമുക്ക് ടൈം മാനേജ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ ആ ടൈമിൽ എനിക്ക് 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ബാക്കിയുണ്ടായിരുന്നു മോക്ക് എക്സാമിന്. അങ്ങനെ നമ്മൾ 18-ാം തീയതി എക്സാമിന് പോയി. എറണാകുളത്ത് വെച്ചായിരുന്നു എക്സാം. തൈലം പൂശി പ്രാർത്ഥിച്ച് കാശ് രൂപം മുറുകെ പിടിച്ച് ഉപ്പ് വായിലിട്ട് ഉപ്പ് കുറച്ച് പാൻ്റെ പോക്കലും ഇട്ടിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. എനിക്ക് നല്ല പാടായിരുന്നു. കാരണം ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ 20 മിനിറ്റോളം ബാക്കി വന്നു, എനിക്ക് വന്നത് 3 മിനിറ്റാണ് ബാക്കി വന്നത്. അപ്പോൾ എനിക്ക് തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും ടൈം കിട്ടിയില്ല. എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, 3 മിനിറ്റിൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ അങ്ങ് സബ്മിറ്റ് എടുത്തു. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ മാതാവേ നീ മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് വിളിച്ച് ഈ കാശ് രൂപം പിടിച്ച് മുത്തം വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ചെയ്തിരുന്നത്. എന്നിട്ട് എനിക്ക് നല്ല ടെൻഷനായി. കാരണം അവർക്കൊക്കെ 20 മിനിറ്റ് ബാക്കിയിട്ട് എനിക്ക് 3 മിനിറ്റല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തോക്കും എന്നൊരു പേടി എനിക്കുണ്ട്. പിന്നെ മാതാവ് വിഷയം കൈവിടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ വെളുപ്പിന് 3 മണിക്ക് റിസൾട്ട് വന്നു. എനിക്ക് 82% ഞാൻ പാസ്സായി. അങ്ങനെ ആ എക്സാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ തന്നെയാണ് ഞാൻ ജയിച്ചത്. കാരണം എന്ന് വെച്ചാൽ 65,000 എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാതെ എന്തുമാത്രം പാടായിരിക്കും ആ എക്സാം എന്ന്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പോയി ജയിച്ചിട്ട് വരാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് കിട്ടിയതാണ്. അടുത്ത് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഈ മാസം 16-ാം തീയതി ഇന്ന് വരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതായത് ഞങ്ങളുടെ അവിടെ നിന്ന് വണ്ടി ഉള്ളത് ഈ ദിവസം. അപ്പോഴേക്കും എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് കോഴ്സ് പാസ്സായതോടൊപ്പം തന്നെ ജോലിയും കിട്ടി എന്ന് പറയണമെന്ന്.
അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ CV ഒക്കെ അയച്ചു. അവർ 2-3 അപ്ലൈ ചെയ്തു. പക്ഷേ ഒരിടത്തുനിന്ന് ഇൻ്റർവ്യൂ കോൾ വരുന്നില്ല. ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾ വരുന്നു, പെട്ടെന്ന് ജോലി ഇടുന്നു. പക്ഷെ നമുക്ക് മാത്രം ഇൻ്റർവ്യൂ കോളൊന്നും വരുന്നില്ല. ചിലർ പറയുന്നു ഓണം കഴിഞ്ഞിട്ടൊക്കെ എടുക്കൂ എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ചെയ്തേമേ ഇതെന്തോ എന്നാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്തായാലും മാതാവ് വിഷയം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻകാരെന്ന് വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, അത് തന്നെയാണ് നല്ലതെന്ന്. അങ്ങനെ ഈ 12-ാം തീയതി ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനം, 16-ാം തീയതി ഇവിടെ വരാൻ നിൽക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ 12-ാം തീയതി ഇവിടുത്തെ ധ്യാനത്തിൽ ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ എടുത്ത് സമയ ചുരുക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു നിങ്ങളെ അലട്ടുന്ന കാര്യം വിത്തിൻ 44 ഡേയ്സ്. ഈ വിത്തിൻ 44 ഡേയ്സ് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസം 13-ാം തീയതി എറണാകുളത്ത് വെച്ചാണ് ഇൻ്റർവ്യൂവിന് റെഡിയാണോ ചോദിച്ചു. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സാണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ ടൈമിൽ വന്നതല്ലേ, അതും അച്ഛൻ അത് പറഞ്ഞ ഉടനെ ഞാൻ ഉടനെ റെഡി എന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരെ പോകാൻ തന്നെ 6 മണിക്കൂറുള്ള യാത്രയാണ്. ഞാൻ അതൊന്നും അപ്പം ചിന്തിച്ചില്ല, ഞാൻ ഉടനെ അങ്ങ് റെഡി എന്നാണ് പറഞ്ഞത്. എന്തായാലും മാതാവിൻ്റെ ഈശ്വര അനുഗ്രഹത്താൽ നമ്മൾ രാവിലെ 3:30-ക്കുള്ള ട്രെയിനിൽ പോയി 11:30-ക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇതുപോലെ തന്നെ എല്ലാത്തിനും പോകുമ്പോഴും ഞാൻ ഉപ്പ്, കാശ് രൂപം, തൈലം ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ എല്ലാ ഉപയോഗത്തോടെ തന്നെ പോയി. ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു എന്നാണ് പറയാൻ. ഉടനെ തന്നെ അവർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അതോടൊപ്പം അടുത്ത മാസം ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ മാതാവ് ഈശ്വര എൻ്റെ ആഗ്രഹം, ജോലി എന്ന ആഗ്രഹവും സാധിച്ച് ഈ 16-ാം തീയതി എനിക്കത് സാക്ഷ്യം പറയാനും സാധിച്ചു. അടുത്തതായിട്ട് 3-ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ ഇവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ നിന്ന് ഒരു ഉടമ്പടിയെ എടുക്കാവൂ എന്ന്. എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം ആയപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് അമ്മ എടുക്കുന്ന കണ്ട് അതിന് ഇഷ്ടപ്പെട്ടു. ഇത് മാതാവിനോട് ഈശ്വരൻ ചേർന്ന് നിൽക്കാനുള്ളൊരു നല്ലൊരു വഴിയാണല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോഴെൻ്റെ ചേച്ചിയുടെ ജോലി അതും മെയിൻ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അങ്ങനെ പാടില്ല, അവിടെ നിന്ന് അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അത് തിരക്കായതുകൊണ്ട് തിരക്ക് കുറയ്ക്കാനായിരിക്കും അങ്ങനെ പറയുന്നത്, അല്ലാതെ കുഴപ്പമൊന്നും കാണത്തില്ല എന്ന്. പക്ഷേ എല്ലാവരും കുറേ പേരിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു പേടിയായി. അപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനിയിപ്പോൾ ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനിയിപ്പോൾ രണ്ടുപേരടുത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വല്ലതും വരും, അങ്ങനെ എന്തൊക്കെയോ പേടി എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എടുത്തത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാതാവ് എന്നെ വന്ന് തൊടണമെന്ന്. ചുമ്മാ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് അതങ്ങ് മറന്നു. പക്ഷേ ഞാൻ ഇത് പറഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മയങ്ങാൻ കിടന്നപ്പോഴേക്കും എൻ്റെ സ്വപ്നത്തിൽ മാതാവ് വന്നു എന്ന് മാത്രമല്ല, എൻ്റെ തലയിൽ എന്നെ തൊടുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയും എൻ്റെ തല മുതൽ താഴോട്ട് ഈ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ 3 പ്രാവശ്യം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ കണ്ണ് ഞങ്ങൾ വലിച്ചാണ് തുറന്നത്. എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ ടൈമിൽ. അങ്ങനെ മാതാവിന് ദർശനം എനിക്ക് കിട്ടി. അടുത്തതായിട്ട് ഞാൻ ഒരിക്കൽ ചൂടുവെള്ളം ഇങ്ങനെ ഫ്ലാസ്കിലോട്ട് നല്ല തിളച്ച വെള്ളമാണ്, ഫ്ലാസ്കിലോട്ട് മാറ്റുന്ന ടൈമിൽ എൻ്റെ കൈ വഴുതി ഇത് ഫുള്ളായിട്ട് അങ്ങ് വീണു താഴെ. അപ്പോഴേക്കും പക്ഷേ ഒരു തുള്ളി വെള്ളം എൻ്റെ കാലിൽ വീഴുകയോ എനിക്ക് പൊള്ളലേൽക്കുകയോ ചെയ്തില്ല. അത് വലിയൊരു സംരക്ഷണമാണ്. ഞാൻ എപ്പോഴും പറയും, അമ്മ ഈശോയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മക്കളെ പോലും ഉപേക്ഷിക്കില്ല, എല്ലാവരും നീലെങ്കിലും പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കണമെന്ന്. അങ്ങനെ ഒരു സംരക്ഷണം എനിക്കും അന്ന് കിട്ടി. കാരണം ചൂടുവെള്ളം വീഴുമ്പോൾ നമുക്ക് അറിയാമല്ലോ, എങ്ങനെ ആയാലും കുറച്ചെങ്കിലും തെറിക്കും. പക്ഷേ എൻ്റെ കാലിലൊന്നും ഒരു തുള്ളി പോലും തെറിക്കുകയോ എനിക്ക് പൊള്ളലേൽക്കുകയോ ചെയ്തില്ല. അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, പള്ളിയിൽ നിങ്ങളുടെ കേസിയും കലോത്സവം ഉണ്ട്. അപ്പോൾ കലോത്സവത്തിന് ചവിട്ട് നാടകത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചവിട്ട് നാടകത്തിന് ഞാൻ പോയപ്പോൾ എനിക്ക് പോയി പ്രാക്ടീസ് ചെയ്ത് ഒരു മത്സരത്തിന് ഒരാഴ്ച മുമ്പ് എൻ്റെ മുട്ട് നീരായിട്ട് എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കളിച്ച ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അടുത്ത വർഷം കളിക്കണമെന്നൊരാഗ്രഹം വരും. അപ്പം മാതാവിൻ്റെ കൃപ കൊണ്ട് അവർ അടുത്ത വർഷം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് കളിച്ചു. ഫെറോനിൽ നിന്ന് ജയിച്ച് രൂപതയിൽ പോയി, രൂപതയിൽ നിന്ന് ജയിച്ച് സ്റ്റേറ്റ് എറണാകുളത്തായിരുന്നു. അവിടെ നമുക്ക് സെക്കൻഡ് ആയിരുന്നു. പക്ഷേ ഒരു മെയിൻ സംഭവം പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരും ഉണ്ട്, എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം കളിച്ച കുട്ടികളും ഉണ്ട്. പക്ഷേ അവിടുത്തെ ആ ജഡ്ജ് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് എടുത്ത് ചോദിച്ചു മന്ത്രിയായിട്ട് ചെയ്ത കുട്ടി ആരാന്ന്. അപ്പോൾ ഞാനായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ തമ്പൊക്കെ കാണിച്ചിട്ട് സൂപ്പറായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ എനിക്കാണെങ്കിൽ ചവിട്ട് നാടകത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ ചുമ്മാ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പഠിച്ചു കളിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നും അറിഞ്ഞൂടാതെ ചവിട്ട് നാടകത്തിന് ABCD അറിഞ്ഞൂടാത്ത ഞാൻ ഒരു ജഡ്ജ്, എല്ലാം അറിയുന്ന ജഡ്ജ് വന്ന് എന്നെ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചപ്പോൾ അത് വളരെ പ്രൗഡ് മൊമെൻ്റായിട്ട് തോന്നി. കാരണം ഞാൻ അതിൻ്റെ ഡ്രസ്സിൽ മാതാവിൻ്റെ കാശുരൂപം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റിയതും അങ്ങനെ ജഡ്ജ് വരെ എന്നെ വന്ന് അഭിനന്ദിച്ചതും. അടുത്തതായിട്ട് എനിക്ക് ഒരു സാക്ഷ്യം ഇവിടെ പറയാനുണ്ട്. ഞാനും അമ്മയും കൂടെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി
കഴിഞ്ഞ ഒരു ദിവസം ചൊല്ലി കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര തല കറക്കാം. അപ്പോൾ ഞാൻ അമ്മ എന്നൊരു വിളി മാത്രം വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അമ്മ കടന്ന് നില വിളിക്കുകയാണ്, എൻ്റെ കൊച്ചിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് തൈലം പൂശിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദേഹം മൊത്തത്തിൽ. അപ്പോൾ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വിളിച്ച അമ്മ വന്നപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ മുകളിലോട്ട് പോയി എന്ന്. എന്നിട്ട് ഈ തൈലം പൂശി ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണ് താഴോട്ട് വന്നത്, എനിക്ക് ബോധം വന്നതും ഇതൊക്കെ. അപ്പം അവിടെ മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ ഞാനാണെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിരുന്നൊരു കുട്ടിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഇപ്പോൾ പേഴ്സണലി ജപമാല ചൊല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ട് ഒരുപാട് ഞാൻ അടുക്കാൻ എനിക്ക് പറ്റി. അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ ധ്യാനം ഷെയർ ചെയ്യുന്നുണ്ട്, ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആരുടെങ്കിലും മാതാവിനെ കുറിച്ച് കുറച്ച് പറയാൻ ഒരു അവസരം കിട്ടിയ പിന്നെ ഞാൻ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് പറ്റുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോൾ ഞാനും നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മെയിൻ കാര്യം, ഈ ഒരു യുവതി എന്നൊരു ഇതിൽ ഞാൻ തന്നെ ഇത്രയും ഇതോടെ ഞാൻ മാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്, ഇവിടെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവ് ഈശോ ആരും ഉപേക്ഷിക്കില്ല. ഇപ്പം തന്നെ 12-ാം തീയതി വരെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാതെ 16-ാം തീയതിക്കകത്ത് എനിക്ക് 16-ാം തീയതി സാക്ഷ്യമാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ നടക്കില്ല എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. പക്ഷേ ഇന്ന് 16-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടിയെന്നാണ് ഞാൻ സാക്ഷ്യം പറയുന്നതും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം മാതാവ് ഈശോ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ആരും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കരുത്. മാതാവ് ഈശോ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു. 1 തെസ്സലോനിക്ക 5:24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ആതിര ജോസ് എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യാനുഭവങ്ങളാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. മകൾ എത്ര കണ്ട് പരിശുദ്ധമായ ഉടമ്പടിയെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്തുവെന്ന വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. 9 തവണ ഉടമ്പടി പുതുക്കിയ മകളാണ്. ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും അമ്മയെ കൂടുതലായി അറിയുന്നതിന്, സ്നേഹിക്കുന്നതിന്, ഉടമ്പടിയിലേക്ക് ജീവിതത്തെ കൊടുക്കുന്നതിന്, അമ്മ തെളിയിക്കുന്ന വഴികളിലൂടെ ജീവിതത്തെ നയിക്കുന്നതിന് മകൾക്ക് എങ്ങനെ സാധിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറഞ്ഞ ആദ്യത്തെ പ്രധാന സാക്ഷ്യം അത് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം എന്നൊരു ആലോചനയായിരുന്നു. ഇത്തിരി കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുമ്പോൾ മാതാവിനോട് തന്നെയാണ് എന്ത് പഠിക്കണമെന്ന നിയോഗം വെച്ച് ചോദിക്കുന്നതും, അത് വചനം വായിക്കുമ്പോൾ അമ്മ മാതാവ് ഒരു വചനം മകൾക്ക് നൽകുകയും അങ്ങനെ മെഡിക്കൽ കോഡിംഗ് എന്ന പഠനത്തിലേക്ക് മകൾ പ്രവേശിക്കുകയും ചെയ്യുന്നത്. അത് ഏറെ ശ്രമകരമായ ഒരു പഠന മേഖലയായിരുന്നു. മകളത് മാതാവിൽ ആശ്രയിച്ച് ഉടമ്പടിയിൽ ജീവിച്ച് ഉടമ്പടി നേർച്ചവസ്തുക്കളെ ഉപയോഗിച്ച് അത് പ്രാർത്ഥനയും പഠനവുമായി മുന്നോട്ട് പോയത് നമ്മളോട് സൂചിപ്പിച്ചു. അതിൻ്റെ പരീക്ഷയിലേക്ക് വരുമ്പോഴും അത് അതിലേറെ ക്ലേശമുള്ളൊരു പരീക്ഷ, CPC പരീക്ഷ, 65,000 രൂപ മുടക്കണം. മകൾക്ക് വീടിനകത്ത് ട്യൂഷൻ നടത്തുന്നു. അതുകൊണ്ട് നന്നായി ഒരുങ്ങുവാനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല. അതും അമ്മ മാതാവിനോടാണ് നിയോഗത്തിൽ കൊടുക്കുന്നത്. അമ്മ പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും പണം മുടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി എന്നെ സഹായിക്കണമെന്ന്. മകൾക്ക് 1 മാസത്തേക്കൊരിടത്ത് കോഴ്സ് ഒരുങ്ങിക്കിട്ടുകയും ബാക്കി എല്ലാത്തിൽ നിന്ന് മാറി പൂർണ്ണമായി ഉടമ്പടി ജീവിച്ചുകൊണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ധ്യാനങ്ങൾ കൂടിക്കൊണ്ട് ആ പരീക്ഷയിൽ പങ്കെടുക്കുവാനും ആദ്യ അവസരത്തിൽ തന്നെ വിജയിക്കുവാനും മകളെ അമ്മ മാതാവ് സഹായിച്ചു. മകൾ പറഞ്ഞു, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, എൻ്റെ മെറിറ്റ് അല്ല, അമ്മ മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്കിത് അനുവദിച്ച് കിട്ടിയതെന്ന്. പിന്നീട് മകൾക്കൊരു ജോലിക്ക് വേണ്ടിയുള്ളൊരാഗ്രഹം അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അത് പലർക്കും ജോലി കിട്ടുന്നത് അറിയുന്നു, പക്ഷേ ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാതെ മകൾ വിഷമിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, ഞാനതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ സമയച്ചുരുക്കത്തെക്കുറിച്ച് പറയുന്നു. സമയച്ചുരുക്കത്തിൽ അച്ഛനൊരു ദർശനത്തെക്കുറിച്ച് പറയുന്നു. ആ ദർശനത്തിൽ 44 ദിവസങ്ങൾക്കുള്ളിൽ അച്ഛനത് ദർശനം പറഞ്ഞു തുടങ്ങി. 44 ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ മകൾ പറയുന്നു, എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്തു. അച്ഛൻ പറഞ്ഞ് പൂർത്തിയാക്കിയത് 44 ദിവസങ്ങൾക്കുള്ളിൽ ഈ ദിനങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിഷയങ്ങൾ, ആകുലപ്പെടുന്ന വിഷയങ്ങൾ അമ്മ മാതാവ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകുമെന്നാണ്.
മകൾ പറയുന്നുണ്ട്, അച്ഛൻ ആ ധ്യാനത്തിൽ ഉച്ചരിച്ച സമയം ഞാൻ കഴിഞ്ഞ 1.5 മാസമായി കാത്തുകൊണ്ടിരുന്ന ഇൻ്റർവ്യൂക്കുള്ള ആ നിമിഷം എത്തുകയും ഞാനത് പിറ്റേന്ന് തന്നെ 13-ാം തീയതി പിറ്റേന്ന് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ അവർ ചോദിച്ചു, പിറ്റേന്ന് വരാമോ? ഞാൻ വരാമെന്ന് പറഞ്ഞു. ചെന്നു, അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇന്നലെ 16-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് നേരത്തെ നിശ്ചയിച്ചതാണ്. പക്ഷേ മനസ്സിലൊരു സങ്കടമുണ്ടായിരുന്നു, ജോലിയില്ലാതെ പരീക്ഷ പാസ്സായത് മാത്രം എങ്ങനെ സാക്ഷ്യപ്പെടുത്തുമെന്ന്. മകൾ പറയുന്നുണ്ട്, ഞാൻ ഈ 16-ാം തീയതി ഇവിടെ നിൽക്കുമ്പോൾ ഈ ചൊവ്വ മുതൽ ഈ വെള്ളി വരെയുള്ള ഈ ശനി വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഇൻ്റർവ്യൂ എന്നെ വിജയിപ്പിച്ച് നൽകി. എനിക്ക് ജോലി എൻ്റെ അമ്മ മാതാവ് നൽകി. അച്ഛൻ എന്താണോ ആ കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഉടമ്പടി ധ്യാനത്തിൽ 44 ദിവസങ്ങൾക്കുള്ളിൽ അമ്മ വലിയ കാര്യങ്ങൾ അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി അനുവദിച്ചു നൽകുന്നുവെന്ന് അച്ഛന് കിട്ടിയ ദർശനത്തിലൂടെ നമുക്ക് കൈമാറിയത്, അതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇതാ ഈ ആഴ്ച തീരുന്നതിന് മുമ്പ് തന്നെ മകൾ ഈ അൾത്താരയിൽ വന്ന് പറയുന്നു, അച്ഛൻ പറഞ്ഞ നിമിഷം മുതൽ മണിക്കൂറുകൾ വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ആഗ്രഹം, വലിയൊരു ജോലിയിലേക്ക് അമ്മ മാതാവിനെ തിരഞ്ഞെടുത്തുവെന്ന്. പ്രിയമുള്ളവരെ, അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്. ജീവനോടുകൂടി അമ്മയെ തേടി വരുന്ന ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന അമ്മയാണ്. നമ്മുടെ സാധ്യതകളൊക്കെ നമുക്ക് മങ്ങുമ്പോൾ അത് സൂര്യവെളിച്ചം പോലെ പ്രകാശിക്കുകയും നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികൾ ഒന്നുമില്ലാത്ത സമയത്ത് തുറന്നു തരുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് അമ്മ നിരന്തരം അടയാളങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മകൾ പറഞ്ഞ മറ്റെല്ലാ സാക്ഷ്യങ്ങളോടൊപ്പം അവൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതങ്ങളെ കൂടുതൽ നമുക്ക് വിശ്വസ്തതയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ 44 ദിവസങ്ങൾ പ്രത്യേക ദൈവാനുഗ്രഹത്തിൻ്റെ പരിശുദ്ധമ്മയുടെ ഇടപെടലിൻ്റെ നാളുകളാണ്. നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ വലിയ വിഷയങ്ങളെയും അമ്മ മാതാവ് ഏറ്റെടുത്ത് തിരുക്കുമാറിന് കൊടുത്ത് അനുവദിച്ച് അംഗീകരിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ നല്ല സാക്ഷ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി.